ഇപ്പം ഈ ചീറ്റിങ്ങിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, നമുക്ക് ആക്ച്വലി നമ്മൾ ചീറ്റ് ചെയ്യപ്പെടുകയാണെന്ന് നമുക്ക് തോന്നുന്ന എന്തെങ്കിലും ഒരു സൈൻസ് നമ്മുടെ പാർട്ട്ണറുടെ ഭാഗത്തു നിന്ന് കിട്ടുമോ നമുക്ക്? ഈ നമ്മൾ ചീറ്റിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ചീറ്റിംഗ് ഒരു ചോയ്സാന്ന് പറഞ്ഞില്ലേ, അതുപോലെ നമ്മളും ശ്രദ്ധിക്കാത്തതുകൊണ്ടും കൂടിയാണ് നമ്മൾക്ക് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് വേണം. ആക്ച്വലി ഞാനിങ്ങനെ പറയാൻ പാടില്ല, പക്ഷെ സ്റ്റിൽ അങ്ങനെയും കൂടിയുണ്ട്. കാരണം നമ്മളുടെ പാർട്ട്ണർ എവിടെയാണ്, എന്ത് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പൊസസീവായിട്ടോ കൺട്രോളിംഗ് ആയിട്ടോ ചെക്ക് ചെയ്യുന്നതല്ല. ബട്ട് നമ്മൾക്ക് അവരെവിടെയാണ്, എന്താ, എങ്ങനെയാണെന്നുള്ളത് നമ്മളും അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടോമാറ്റിക്കലി ഷെയർ ചെയ്യുക എന്നുള്ളത് നമ്മളുടെ സ്നേഹത്തിൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ഒക്കെ ഭാഗമായിട്ട് ഓട്ടോമാറ്റിക്കലി വന്നു പോകുന്നൊരു കാര്യമാണ്. അപ്പം അതിനകത്ത് സീക്രട്ടായിട്ടുള്ള പാറ്റേൺസ് വരുന്നുണ്ടോ, പറയുന്നതിലും ചെയ്യുന്നതിലും ഡിഫറൻസസ് വരുന്നുണ്ടോ, മുന്നേ അവർ അവൈലബിൾ ആയിരുന്ന സമയങ്ങളിൽ ഇപ്പോൾ അവൈലബിൾ ആവാതിരിക്കുക, അല്ലെങ്കിൽ ആവശ്യമുള്ളതിനോ ആവശ്യമില്ലാത്തതിനൊക്കെ ഇറിറ്റേറ്റഡ് ആവുക എന്ന് പറയുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവുന്നുണ്ടോ? ചില സ്ഥലത്ത് ഇറിറ്റേഷൻ ആവില്ല ഉണ്ടാവുക, ഓവർ കോമ്പൻസേഷൻ ഉണ്ടാവും. അവർക്ക് ഗിൽറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കൂടുതൽ സ്നേഹിക്കുന്നതായിട്ടും കൂടുതൽ ഗിഫ്റ്റ് ചെയ്യുന്നതായിട്ടും അങ്ങനെയുള്ള പാറ്റേൺസ് ചില ആളുകളിലുണ്ടാവും. പിന്നെ ഇപ്പോൾ ഒരു ഡിജിറ്റൽ സിനാരിയോ ഉണ്ടല്ലോ, അപ്പോൾ മുന്നേ പാസ്വേഡും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുക, കോമൺ ആയിട്ട് ഉള്ള സ്ഥലങ്ങളിൽ ഫോണും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യുമായിരുന്നു എന്നുണ്ടെങ്കിൽ അതിലൊക്കെ ഡിഫറൻസസ് വരുന്നുണ്ടോ എന്നുള്ളതിൽ വാച്ച് ചെയ്യാം. നമ്മുടെ അടുത്ത് ഇമോഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഡെപ്തിലുള്ള കോൺവെർസേഷൻസിൽ കുറവ് വരുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം, അല്ലേ? അല്ലാതെ ഒരു ഫ്ലാറ്റ് മേറ്റിനെ പോലെ വരുന്നു, സാധനങ്ങൾ വാങ്ങിച്ചു കൊണ്ടുവരുന്നു, ഫുഡ് കഴിക്കുന്നു, നാളത്തെ കാര്യങ്ങൾ ജസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നു, സ്വന്തം കാര്യങ്ങളിലേക്ക് പോണു, ആ ഒരു പാറ്റേണിലേക്ക് മാറിയോ? ഈ ചേഞ്ചസ് നമ്മൾ ഒബ്സർവ് ചെയ്താലേ മനസ്സിലാവും. അല്ലാതെ ഇതിനൊരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഗൈഡ് ലൈൻസ് ഒന്നുമില്ല. വാച്ച് ചെയ്യും, നമ്മളിത് ഇഷ്ടമുണ്ടെങ്കിൽ നമ്മൾ വാച്ച് ചെയ്യില്ലേ, നമ്മൾ കൺസേൺഡ് ആവില്ലേ, നമ്മൾ കെയർ ചെയ്യുന്നതിൻ്റെ ഭാഗമല്ലേ അതൊരു എക്സ്ട്രാ എഫേർട്ട് ഇടുന്നതിൻ്റെ ഭാഗമല്ല. പിന്നെ എനിക്ക് അത്രയ്ക്ക് ട്രസ്റ്റ് ഉള്ളത് കൊണ്ട് ഞാൻ ഇങ്ങനെ എന്നോട് ചെയ്യുമെന്ന് വിചാരിച്ചില്ല എന്ന് പറയുമ്പോൾ ട്രസ്റ്റ് ഉണ്ട് എന്നുള്ളത് ഓക്കെ, അത് ഗുഡ് ക്വാളിറ്റിയാണ്. പക്ഷേ അപ്പം പിന്നെ ഞാൻ എവിടെ നോക്കിയിരിക്കുകയായിരുന്നു എന്നുള്ളതില്ലേ. എൻ്റെ പാർട്ട്ണറിനെ ഞാൻ വാച്ച് ചെയ്യുക എന്ന് പറയുന്നത് എനിക്ക് ഇമോഷണലി അയാൾ അവൈലബിൾ ആവുന്നുണ്ടായിരുന്നോ, എനിക്ക് ഫിസിക്കൽ പ്രസൻസ് അവൈലബിൾ ആയിരുന്നോ, എൻ്റെ ഇമോഷണൽ, ഫിസിക്കൽ, സൈക്കോളജിക്കൽ എല്ലാ നീഡ്സും മീറ്റ് ചെയ്യുന്നുണ്ടോ, അത് ഞാൻ തന്നെ നോക്കണ്ടേ. അത് നോക്കേണ്ടതും അതിനെപ്പറ്റി ഇപ്പോൾ എനിക്ക് അങ്ങനത്തെ അല്ലാത്ത ട്രേറ്റ്സോ കാര്യങ്ങളോ കാണുകയാണെങ്കിൽ ഞാനത് ചോദിക്കണ്ടേ. അത് എൻ്റെ റെസ്പെക്റ്റും എൻ്റെ ഇൻറ്റഗ്രിറ്റിയും കീപ്പ് ചെയ്യുന്നതിൻ്റെ ഭാഗം കൂടിയാണ്. അത് ഞാൻ തന്നെ ചെയ്യണം. അത് ഞാൻ ചെയ്യാതെ ഞാൻ ട്രസ്റ്റ് ചെയ്ത് അങ്ങോട്ട് വിട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കാര്യമില്ല. ഇപ്പം നമ്മൾ ഇതിൽ രണ്ടാമത്തെ ഒരു എക്സൈറ്റ്മെൻറ്റ് കഴിഞ്ഞ് നമുക്കൊരു ഹണിമൂൺ പീരീഡാന്ന് പറഞ്ഞു. സോ ബേസിക്കലി ഈ ഹണിമൂൺ പീരീഡ് സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് ചിലപ്പോൾ ഈ ഒരു എപ്പിസോഡ് കാണുന്ന ആരെയിലൊക്കെ ഇങ്ങനെ മനസ്സിലാകുന്ന ഇത് ഈ ഒരു കോറ് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും. ചെയ്യാൻ പറ്റുമോ നമുക്ക് അങ്ങനെ? പിന്നെ ആഗ്രഹമില്ലേ? എല്ലാവർക്കും ആഗ്രഹമുള്ള കാര്യമല്ലേ റിലേഷൻഷിപ്പിൽ ഹണിമൂൺ ഫേസ് സസ്റ്റെയിൻ ചെയ്യുക എന്നുള്ളത്. അതായത് നമുക്ക് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള എക്സൈറ്റ്മെൻറ്റും നിർത്തണം, ക്യൂരിയോസിറ്റിയും നിർത്തണം. ഇതൊക്കെ നിർത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഞാൻ ചോദിക്കുകയാണെങ്കിൽ 5 വർഷം മുന്നേ ഉള്ള പൂജ എങ്ങനെയായിരുന്നോ? അല്ല, നമ്മളിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ട് അല്ലേ. 1 ഇയറിൽ 6 മന്ത്സിൽ നമ്മൾ ഇവോൾവ് ചെയ്യുന്നതിനനുസരിച്ച്, നമ്മൾ ഗ്രോ ചെയ്യുന്നതിനനുസരിച്ച് നമ്മളുടെ ഇൻട്രസ്റ്റിൽ വ്യത്യാസമുണ്ട്, പെർസെപ്ഷൻസിൽ വ്യത്യാസമുണ്ട്, നമ്മളുടെ കംഫർട്ട് രീതികളിൽ ഡിഫറൻസസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് കാര്യത്തിൽ നമ്മൾ എവറി ഡേ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. പൊതുവേ നമ്മൾക്ക് കേട്ടിട്ടുള്ള ഒരു രീതിയില്ലേ, അതായത് ആളെനിക്കറിയാം, അല്ലല്ല അവന് ഞാൻ പറയുന്നതിൻ്റെ അപ്പുറത്തേക്കില്ല, അല്ലെങ്കിൽ അവിടെ എന്ത് ചെയ്യും, ആളെങ്ങനെ പെരുമാറുന്നുള്ളത് എനിക്കറിയാം, എനിക്ക് ഫുള്ളി ഇയാളെ മനസ്സിലായിട്ടുണ്ട് എന്നുള്ളൊരു മൈൻഡ് സെറ്റിലൊക്കെ പല ആളുകളും പലപ്പോഴും സംസാരിച്ച് കാണാം. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഇവോൾവ് ആയിക്കൊണ്ടിരിക്കുന്ന ആളെ പിന്നീട് അങ്ങോട്ട് മനസ്സിലാക്കാൻ ഇയാൾ എഫേർട്ട് ഇടുന്നില്ല എന്നാണ്. ഞാൻ ഓൾറെഡി മനസ്സിലാക്കി കഴിഞ്ഞു, ഇതിൻ്റെ അപ്പുറത്തേക്ക് അയാളൊന്നും ഇല്ല എന്നുള്ള മൈൻഡ് സെറ്റിൽ നിന്നാൽ നമ്മൾ അയാളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൽ ഒരുപാട് കുറവ് വരും. അയാളുടെ പുതിയ ഇഷ്ടങ്ങൾ, പുതിയ ഫ്രണ്ട്ഷിപ്സ്, അവരുടെ പുതിയ ഹാബിറ്റ്സ്, പുതിയ ഇൻട്രസ്റ്റ്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളിൽ ചേഞ്ചസ് വരുന്നതിനെയൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുക ആൻഡ് ലൈഫ് എക്സൈറ്റിംഗ് ആക്കിക്കൊണ്ടിരിക്കണം. കാരണം ഒരുമിച്ച് ജീവിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാ ഹാബിറ്റ്സും ഒന്നായി അല്ലേ, ഒരുപാട് ഹാബിറ്റ്സ് സിമിലറായി, നമ്മളുടെ റുട്ടീൻ സിമിലറായി, നമുക്ക് ഇയാൾ എന്ത് ചെയ്യും, എങ്ങനെയൊക്കെയാണ്, ഇപ്പോൾ ഈവൻ നമ്മുടെ പാർട്ട്ണറെ ഡ്രസ്സ് ചെയ്ത് ഇമ്പ്രസ് ചെയ്യാൻ പോലുള്ള എഫേർട്സ് പലപ്പോഴും ഇടാറില്ല. ആഫ്റ്റർ മാരേജ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ആണ് എന്നുള്ള ആ ഒരു ഉറപ്പ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇനി എവിടെ പോകാനാ. ആക്ച്വലി സെഷനിൽ ഇത് പറയൂ കേട്ടോ,
എൻ്റെ അല്ലേ, അതുകൊണ്ടല്ലേ ഞാൻ വേറെ ആരുടെ അടുത്ത് ഇങ്ങനെ പോയി കാണിക്കുന്നില്ലല്ലോ എന്നൊക്കെ പറയും. അപ്പം ആ എൻ്റെ ആണെങ്കിൽ പോലും ആ വ്യക്തിയെ കൂടുതൽ മനസ്സിലാക്കാനും അയാൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിൽ നമ്മൾ എക്സ്ട്രാ എഫേർട്ട് ഇടുന്നതിലാണ് ഈ ഹണിമൂൺ ഫേസ് നിന്ന് പോകുന്നത്. അത് സംസാരത്തിലാവാം, നമ്മൾ സർപ്രൈസസ് കൊടുക്കുന്നതിലാവാം, ജസ്റ്റേഴ്സിലാവാം. അത് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി നമ്മൾ ഇടുന്ന എഫേർട്ടിനനുസരിച്ചാണ്. ആ മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ ഹണിമൂൺ ഫേസ് ലൈഫ് ലോങ് നിർത്താൻ പറ്റുന്ന കാര്യമുള്ളൂ. അല്ലാതെ അത് ഇത്ര സമയത്തിൽ ഇത്ര മാസത്തിൽ നിന്ന് പോയി, അല്ലെങ്കിൽ കല്യാണം കഴിച്ച് നമ്മൾ പറയില്ലേ ഹണിമൂണിന് പോയി അവിടെ തീർന്നിട്ട് പോരുന്ന പരിപാടിയല്ലത്. ലൈഫ് ലോങ് വേണം.